എല്ലാവർക്കും നമസ്കാരം. ഒരൊറ്റ ചോദ്യത്തോടെയാണ് ഈ ഒരു വീഡിയോ തുടങ്ങേണ്ടത്. ഇറാനിലെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം UAE-യിൽ നിന്ന് ഏകദേശം 5 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ജോലി ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. അതിൽ നല്ലൊരു ഭാഗം മലയാളികളുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല? ഇനിയും ഇത് വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഭാവി എന്തായിരിക്കും? ഇത്രയധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഈ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല? ലോകത്തിന് മുൻപിൽ ദുബായിക്ക് ഇത്ര നാളും ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഇറാൻ ആകെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. ദുബായ് ഇനിമേൽ സേഫ് അല്ല എന്നുള്ള ഒരു പ്രതീതി വന്നിട്ട് വിദേശ നിക്ഷേപരെല്ലാം അവരുടെ നിക്ഷേപങ്ങൾ മാറ്റുന്നു. സിംഗപ്പൂരിലേക്കും ലണ്ടനിലേക്കും മറ്റു പല സിറ്റികളിലേക്കും. ദുബായിയുടെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ താഴുന്നു. ദുബായിലെ 5 നക്ഷത്ര ഹോട്ടലുകളൊക്കെ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നു. അവിടുത്തെ സ്റ്റാഫുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു. അവർക്കുണ്ടാകുന്ന നഷ്ടം അവരിപ്പോൾ പരമാവധി നികത്താൻ നോക്കുന്നത് അവിടുത്തെ തൊഴിലാളികളുടെ വേതനം കുറച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടാണ്. കാരണം അവിടുത്തെ ജനസംഖ്യയുടെ 90% പ്രവാസികളാണ്. സുരക്ഷയുടെ കാര്യത്തിലും പണ്ട് നമ്മൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ കാര്യമൊക്കെ പറയുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും സുരക്ഷയുടെ പ്രശ്നങ്ങളും UAE-യിൽ അല്ലെങ്കിൽ ദുബായ് സിറ്റിയിലും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് ശമ്പളം ഇല്ലാതായിട്ടും ശമ്പളം പകുതിയായിട്ടും റെന്റ് കൂട്ടിയിട്ടും, അതായത് ജീവിത ചെലവുകളും കൂടുകയാണ്. പല കാര്യങ്ങളും UAE-യിലേക്ക് കപ്പൽ മാർഗം വരണം. ഇന്ത്യ ഏറ്റവും അധികം അമേരിക്ക കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്നത് UAE-യിലേക്കാണ്, ഭക്ഷ്യവസ്തുക്കൾ അടക്കം. ഇതിന്റെ എല്ലാം വില കൂടുന്നു. അതായത് വരുമാനം കുറയുന്നു, ജീവിത ചെലവ് പല മടങ്ങായിട്ട് കൂടുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ആളുകൾ UAE-യിൽ പിടിച്ചു നിൽക്കുന്നു? യഥാർത്ഥത്തിൽ നിലവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിലധികം ഒക്കെ മലയാളികൾ UAE-യിൽ ഉണ്ടെങ്കിൽ അവരിൽ നല്ലൊരു ഭാഗത്തിനും പറ്റുമെങ്കിൽ തിരിച്ചു വരണമെന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അവർക്ക് അതിന് സാധിക്കുന്നില്ല? അവർ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. ഗൾഫ് രാജ്യങ്ങളിലെ പലർക്കും 1-2 മാസത്തെയൊക്കെ സാലറി പെൻഡിങ് ആയിരിക്കും. അവര് നാട്ടിലേക്ക് വരുമാനം ഇല്ലാതായിട്ട് തിരിച്ചു പോന്നാലും ഈ സാലറി തന്നേക്കാം എന്ന് അവിടെ നിന്ന് അറിയിച്ചാൽ പോലും നാട്ടിലെത്തിയാൽ അത് കിട്ടുമെന്ന് ഒരുറപ്പുമില്ല. ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്ത് പല അനുഭവം ഉള്ളതാണ്. അതുകൊണ്ട് കിട്ടാനുള്ളത് കിട്ടുന്നത് വരെ എങ്ങനെയും അവിടെ പിടിച്ചു നിൽക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതായത് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ വന്നോട്ടെ, അല്ലെങ്കിൽ സേഫ്റ്റിയോ വളരെ കുറവാണെന്ന് പേടിക്കുന്നവർക്ക് പോലും ഈ കിട്ടാനുള്ള പണം കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ട്. പലരെയും ലീവ് എടുക്കാനായിട്ട് ഫോഴ്സ് ചെയ്യുകയാണ്, സാലറി കൊടുക്കണ്ട. അതിനൊപ്പം തന്നെ ജോലി ചെയ്യുന്നവരുടെ വരുമാനം അല്ലെങ്കിൽ സാലറി നേരെ പകുതിയാക്കുന്നു. അവിടെ നിൽക്കുന്ന പല പ്രവാസികളും വർഷങ്ങളായിട്ട്, ഏറ്റവും കുറഞ്ഞ 5 വർഷമെങ്കിലും അവരവിടെ നിൽക്കുന്നതായിരിക്കും. എൻഡ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ട് പോരാൻ നേരത്തെ ഒരു നല്ലൊരു തുക, ഏറ്റവും കുറഞ്ഞത് ഒരു 30,000 രൂപയ്ക്കും ഒക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും 2 ലക്ഷമോ 2.5 ലക്ഷമോ ഒക്കെ അങ്ങനെ കിട്ടാനുണ്ടാവും. ആ തുക എങ്ങനെയെങ്കിലും മേടിച്ചിട്ട് നാട്ടിലേക്ക് വരാനാണ് പലരും നിൽക്കുന്നത്. അല്ലെങ്കിൽ UAE-യിൽ നിന്നൊക്കെ ഇതിനോടകം ഒരു കൂട്ടപലായനം തന്നെ ഉണ്ടാകുമായിരുന്നു. അതായത് ടൂറിസം ആകട്ടെ, ഹോസ്പിറ്റാലിറ്റി ആകട്ടെ, പല മേഖലകളിലും, എന്തിന് ഓയിൽ മേഖലകളിൽ പോലും ജോലി ചെയ്യുന്ന പലർക്കും പണ്ട് ഒരു മാസം ജോലി ചെയ്താൽ കിട്ടുമായിരുന്നത്, അല്ലെങ്കിൽ ഒരു 15 ദിവസത്തെ സാലറി ഒക്കെ മാത്രമേ ഇപ്പോൾ അവർക്ക് കിട്ടുന്നുള്ളൂ. ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടുന്ന സമൂഹമാണ്. എന്നിട്ടും ഇത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം. പ്രവാസികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് മാത്രം ഒന്ന് ചിന്തിക്കുക. അതായത് ഈയിടെ ഒരു വ്ലോഗിൽ കണ്ടതാണ്, ഏതോ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചിട്ട് ഇത്രയും വലിയ വീടുകളൊന്നും ഇന്ത്യയിലെ വേറെ ഒരു സ്റ്റേറ്റിലും കണ്ടിട്ടില്ല, കേരളം എത്ര സമ്പന്നമാണ് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളം നശിക്കാൻ പോകുന്നത്. ഗൾഫിൽ നിന്ന് ഇത്ര നാളും കിട്ടിയ പണം മുഴുവൻ നമ്മൾ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വീടുകൾ പണിതും കാറുകൾ വാങ്ങിയുമാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ടൊന്നും നല്ല രീതിയിൽ സമ്മതിക്കില്ല. ചെറിയ ചെറിയ ബിസിനസ്സുകൾ മാത്രമാണ് നമ്മളിവിടെ തുടങ്ങിയത്. വലിയ ഇൻഡസ്ട്രികളോ ഒരുപാട് ജോലി നൽകുന്ന മേഖലകളോ ഒന്നും കേരളത്തിലില്ല. നമ്മൾ ഈ കാണുന്ന രമ്യഹർമ്മങ്ങൾ എന്നൊക്കെ പറയാവുന്ന ഈ വലിയ മാളികകളെല്ലാം കാണാൻ കൊള്ളാം, പക്ഷെ അതൊരു ഡെഡ് മണി ആയിട്ട് അവിടെ കിടക്കുകയാണ്. ഇതേ വലിയ വീടുകളിൽ ജീവിക്കാനായിട്ട് എന്തുകൊണ്ട് യുവതലമുറ ഇപ്പോൾ ഇല്ല? അവർ വല്ല നാട്ടിലും പോയി വീണ്ടും പണിയെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ടാണ്. തൊഴിലില്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? പണം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തത് ഇങ്ങനെ വീട് പണിയാനും കാറ് വാങ്ങാനും വേണ്ടിയിട്ടാണ് നല്ലൊരു ഭാഗവും. എന്നിട്ടും ഇതിന്റെ പ്രശ്നങ്ങളൊന്നും ഇത്ര നാൾ നമ്മൾ അറിയാതിരുന്നത് വന്നുകൊണ്ടിരുന്ന ഗൾഫ് മണി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതിനൊരു ഇളക്കം തട്ടിയാൽ അപ്പോൾ മാത്രമേ കേരളം എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ അറിയുകയുള്ളൂ. നിലവിൽ തന്നെ നമുക്കറിയാം, ആളൊഴിഞ്ഞു കിടക്കുന്ന 10 ലക്ഷത്തോളം വീടുകൾ, അത് നല്ല ഒന്നാന്തരം വീടുകളും ഒക്കെയാണ് അതിൽ ഭൂരിഭാഗവും, ആളില്ലാതെ കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇനി എന്ത് സംഭവിക്കും? ഇറാനിലെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ 2.5 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഗൾഫ് നാടുകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇതൊന്നും വാർത്തയായില്ല. ഇപ്പോൾ അത് ഏകദേശം 5 ലക്ഷവും കടന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്നവർക്ക് ഒരു ജോലി കണ്ടെത്താനോ അല്ലെങ്കിൽ അവർക്ക് പകരം എന്തെങ്കിലും കാര്യങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കാനോ ഒന്നും ഇന്ത്യ ഗവൺമെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാരിനോ ഒന്നും ഒരു പ്ലാനും ഇല്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ആർക്കും അറിയില്ല. UAE എന്ന് പറയുന്ന രാജ്യത്തിന്റെ ടൂറിസം മേഖല അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ലോകത്തിന്റെ തന്നെ ഒരു
ഏവിയേഷൻ അല്ലെങ്കിൽ എയർലൈൻ ഹബ്ബ്, ഈ മേഖലകളെല്ലാം ഏകദേശം തകർന്ന് തരിപ്പണമായി. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് വന്നിരുന്ന ടൂറിസ്റ്റുകളിൽ ഏകദേശം ഭൂരിഭാഗവും ഇല്ലാതായി. UAE ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ, പ്രത്യേകിച്ച് ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ വരുമാനം നേരെ പകുതിയാക്കിയിട്ടുണ്ട്. ശമ്പളം വെട്ടിക്കുറയ്ക്കുകയാണ്. പുതിയ നിയമനങ്ങളൊക്കെ വളരെ കുറവാണ്. ഒരുപാട് പേരെ പിരിച്ചുവിടുന്നുണ്ട്. പലരെ കൊണ്ടും നിർബന്ധിതമായിട്ട് അവധി എടുപ്പിക്കുകയാണ്. അതായത് ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്ത് ഈ പറയുന്ന UAE ഒക്കെ അന്ന് സംഭവിച്ചതുപോലെ ശമ്പളമില്ലാത്ത അവധി എടുക്കാനായിട്ട് അവരെ നിർബന്ധിക്കുകയാണ്. ഇറാൻ യുദ്ധം ഇങ്ങനെ തീരുമാനമില്ലാതെ നീണ്ടുപോകുമ്പോൾ ഇതേ അവസ്ഥ തുടർന്നു പോയാൽ UAE ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ജോലി എന്നേക്കുമായിട്ട് അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായിട്ടും കൂടി കേരളത്തിലെ പല മാധ്യമങ്ങളും ഇതൊന്നും മിണ്ടുന്നില്ല. ഇറാൻ ജയിക്കുമോ അമേരിക്ക ജയിക്കുമോ എന്നുള്ളതല്ല, ഏറ്റവും അധികം മലയാളി പ്രവാസികൾ ഏകദേശം 20 ലക്ഷത്തിലധികം UAE ഉള്ളപ്പോൾ കേരളത്തിന്റെ GDPയുടെ അല്ലെങ്കിൽ GSDPയുടെ നല്ലൊരു ഭാഗവും ഇങ്ങനെയുള്ള NRI റെമിറ്റൻസ് ആണ് എന്നിരിക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഈ ഒരു വലിയ പ്രതിസന്ധി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല. പ്രവാസികൾ തന്നെയും പലരും ഇത് മൂടി വെക്കുകയാണ്, അല്ലെങ്കിൽ പറയുന്നില്ല. കാരണം ഒരു നാണക്കേട് പോലെ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന് ഭാവിക്കുന്നു. 2000-ലധികം ഡ്രോണുകളും 500-ലധികം ICBMകളും ഒക്കെയാണ് UAE ഇതുവരെ പ്രതിരോധിച്ചത്, അമേരിക്കയുടെ താടും പേട്രിയറ്റും മിസൈൽ സിസ്റ്റവും ഒക്കെ ഉപയോഗിച്ച്. അതാണ് നമ്മൾ അറിയുന്ന കണക്കുകൾ. എന്നാൽ UAE യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം അവിടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആക്രമണങ്ങളൊക്കെ നടന്നാൽ അത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയോ അബദ്ധത്തിലാണെങ്കിലും അറിയിക്കുകയോ ഒക്കെ ചെയ്താൽ അവരെല്ലാം അറസ്റ്റ് ചെയ്യുകയാണ്. അത് അവിടുത്തെ പൗരന്മാരാണെങ്കിലും ടൂറിസ്റ്റുകളാണെങ്കിലും അവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും. അതായത് ഇന്ന് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും UAE പല ഭാഗത്തുമുള്ള വളരെ മോശമായിട്ടുള്ള അവസ്ഥകളൊന്നും നമ്മളിവിടെ കേരളത്തിൽ പോലും അറിയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ്. UAE മിസൈലുകളോ ഡ്രോണുകളോ ഒക്കെ വീണ് ആകെ തകരുകയാണ് എന്നല്ല പറഞ്ഞത്. ദുബായിലെ എയർപോർട്ടുകളിൽ അടക്കം ഇത്തരം ആക്രമണങ്ങളൊക്കെ നടക്കുന്നതും അതിന്റെ വീഡിയോകളും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ സാമ്പത്തിക മേഖല, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊക്കെ അവിടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ സംഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഇവിടെ അറിയുന്നതേ ഇല്ല നല്ലൊരു ഭാഗവും. നമ്മളിവിടെ കേരളത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇനി ഗവൺമെന്റ് ജോലികളുടെയൊക്കെ ഭാവി ചോദ്യം ചെയ്യപ്പെടുന്നു, അതും ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിലേക്ക് പോകും. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ മെഡിക്കൽ ബില്ലുകൾ പോലും ഇപ്പോൾ കേരളത്തിൽ പാസ്സായി കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദുബായിൽ ഓൾറെഡി AI അല്ലെങ്കിൽ ഓട്ടോമേഷൻ മേഖലകളൊക്കെ നല്ല രീതിയിൽ സജീവമാകുന്നു. അതുപോലെ തന്നെ കരാർ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റിൽ പരമാവധി ആളുകളെ ജോലി ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നു. അതിന്റെ എല്ലാം കൂടെയാണ് ഈ പറയുന്ന പ്രതിസന്ധി. UAE എന്ന് പറയുന്ന രാജ്യത്ത് 90% അവിടുത്തെ പോപ്പുലേഷന്റെ പ്രവാസികളുടേതാണ്. അങ്ങനെയുള്ള പ്രവാസികളിൽ പകുതിയും ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരിൽ പകുതിയോളം മലയാളികളുമാണ്. അതായത് UAE പൗരന്മാര്, അവിടുത്തെ സിറ്റിസൺസിന്റെ ഇരട്ടിയോളം മലയാളികൾ അവിടെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം അവിടെ എഴുതണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.